അപ്പോൾ ബൈസൺ പോകുന്ന സമയമായി. താക്കോലിട്ട് ഓൺ ചെയ്ത് ഒരു 40 സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷമാണ് വണ്ടി എടുക്കാൻ പാടുള്ളൂ. കാരണം ഈ അടി കിടക്കുന്ന ഓയിലൊക്കെ ഒന്ന് നല്ല സെറ്റ് ആവണം എഞ്ചിനായിട്ട്. അതുവരെ ഒരു 40 സെക്കൻഡ്. ഓക്കെ, ഒന്ന് സൊമാറ്റോ ബാഗ് എടുത്തിട്ടുണ്ട്. കാരണം മഴ ആയതുകൊണ്ട് വെള്ളം അകത്ത് പോകാൻ പാടില്ല ഫുഡിൻ്റെ അകത്ത്. അതുകൊണ്ട് ഇതാണ് സേഫ്റ്റി ആയിരിക്കും. അപ്പോൾ പോയാലോ, കമോൺ ക്വിക്ക്. ഓക്കെ, അപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ വിഷയമില്ല. അപ്പോൾ നല്ലൊരു മഴ ക്ലൈമറ്റാണ് ഇന്ന് ദിവസം. ഇപ്പോൾ എന്താ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 27 മെയ് 2026 മണി. ഇപ്പോൾ കറക്റ്റ് 12:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ദിശ നോക്കങ്ങോട്ട് മഴമേഘം. എൻ്റെ അമ്മോ, ആ മഴമേഘം എല്ലാം യാണിച്ചാണ് നമുക്ക്. അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ബാർബിക്യൂ സ്പേസ് റെസ്റ്റോറൻറ്റ് വഴുതക്കാട്. സംഭവം ലോങ് ഓർഡറുമാണ്. അതേ സമയത്ത് സർജ് ഓൺ ആയിട്ടുണ്ട്. അപ്പം മഴ തുടങ്ങിയല്ലേ എവിടെയോ. വാ എന്തൊരു കാറ്റിത്, എൻ്റെ അമ്മോ, കൊള്ളാം കേട്ടാ. കാത്തടിക്കുന്നത് ആഹാ, മഴ തുടങ്ങി. ദിശ വണ്ടി ഒതുക്ക് റെയിൻകോട്ടിരണോ? റെയിൻകോട്ട് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നോക്കാം. ഹെവി ആവട്ടെ. ഇതെന്ന് തോന്നുന്നു ബ്ലൂ ഡാർട്ടിൻ്റെ കുറേ ആൾ പോകണം. ഇത് വലിയ ബാഗല്ലേ. ഇതുപോലത്തെ ബാഗ് ഉണ്ടെങ്കിൽ ഒരു 10-40 ബിരിയാണിയൊക്കെ വെച്ചുണ്ടോ അല്ലേ. അവരൊക്കെ ഒരു ദിവസത്തെ മൊത്തം ഓർഡർ കൊണ്ടാണ് രാവിലെ തൊട്ട് വൈകിട്ട് പോകണത്. നമ്മൾ അങ്ങനെയല്ല, ഓരോ ഓർഡർ അപ്പോഴപ്പോഴായിട്ട് ചൂടോടെ എടുക്കുകയാണ്. അതുമില്ലാതെ ആൾക്കാർക്ക് സമയത്തിന് ഫുഡ് ആവശ്യം. നമ്മൾ രാവിലെ ബുക്ക് ചെയ്തിട്ട് വൈകിട്ട് കൊടുത്തു കഴിഞ്ഞാൽ റെയിൻകോട്ടറിനോ ചോദിച്ചു. അടുത്ത ഓർഡർ ഡബിൾ. എൻ്റെ അമ്മോ, എനിക്ക് ഇത്രയൊക്കെ പൈസ തന്നെ അവിടെ കൊണ്ട് വയ്ക്കും. അവസാനം ITR ആൾ വരും. IT ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ITR എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് റിട്ടേണാണ്. വിഷയം മഴ ഉറയ്ക്കണ്, റെയിൻകോട്ട് ഇട്, റിസ്ക് ആണ്, വെറുതെ നനഞ്ഞിട്ട് കാര്യമില്ല. ഈ മഴയെ വിശ്വസിക്കാൻ പറ്റില്ല, അതാണ് വിഷയം. നല്ല പെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര വെയിലായിരിക്കും. കാത്തടിക്കത് കാത്തൊക്കെ പഴയ തമിഴ് പട്ടാണ്. എന്തോ ഇത് ആപ്പിളാ ഉരുണ്ട് വേണത്, എന്തൊരു സാധനം എന്തോ. ഷടുക്കായിരുന്നല്ലേ, അത് വേസ്റ്റായി പോകുന്നു. അത് ഗ്രീൻ ആപ്പിൾ പോലെയാണ് ഫീൽ ആയത് എനിക്ക്. ചിലപ്പോൾ മാമ്പഴമായും ചാൻസ് ഉണ്ട്. ശരി, എന്ത് മണ്ണാങ്കട്ട ആവട്ടെ, നമുക്ക് ഫസ്റ്റ് ഓർഡർ എടുക്കണം. പോയി വിഷയം സമയമില്ല. നമുക്ക് ആദ്യം പോയി ഐശ്വര്യമായിട്ട് പെട്രോൾ അടിക്കാം. മഴ ഉറക്കുന്നു 110. മഴ വരട്ട് ഹെവിയാണ് ആവശ്യം. ഹെവി മഴയാണെങ്കിൽ മാത്രം റെയിൻകോട്ട്, അല്ലെങ്കിൽ വിത്തൗട്ട് റെയിൻകോട്ട്. ഈ റീസെറ്റ് ചെയ്യണ്ടേ പെട്രോൾ ഒന്ന്. മൈ ഗോഡ്, ഇവിടെ ക്യൂ നിൽക്കുന്ന ആൾക്കാർ എന്നതാനോ. നമുക്കും പോയി തിന്നാലോ. പെട്രോൾ റീസെറ്റ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇന്ന് എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത്. ഓക്കെ, 0 വെച്ചിട്ടുണ്ട്. ഇപ്പം തൊട്ട് രാത്രി വരെ കറക്റ്റ് ഒരു 150 കിലോമീറ്റർ ഓട്. അത്ര തന്നെ. ദ റെയിൻ ഈസ് വെരി ഹെവി. ഇത് ഹെവിയാണ്, ഇനി ഇട്ടേ പറ്റൂ. എന്തായാലും അങ്ങോട്ട് പോട്ടെ, ഫുഡ് എടുക്കാൻ നേരത്തില്ല. ക്ലൈമറ്റ് മാറിയപ്പോൾ റോഡ് മാറിയതാണ്ടാ, സൂപ്പറായിട്ട്. എന്ത് രസം കാണാം അല്ലേ. ഈ മഴ സമയത്ത് കേരളം കാണാൻ ലുക്കാണല്ലേ. നമുക്ക് എന്ത് രസം, വൈബായിരിക്കണം നമുക്ക്. ആഹാ, മൂങ്കിൽ കാടുകളെ വണ്ട് മുണകും കാടുകളെ കണ്ടപ്പോൾ മഴ വിട്ടണ്ട. അതെനിക്കറിയാം എങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ എന്നുള്ളത്. കൊക്ക് എത്ര കുളം കണ്ടിട്ടുണ്ട്. റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല, 2 റെഡി ആയില്ല. വെയിറ്റ് ചെയ്യാൻ പറയണം. എന്തായാലും ഒരു കാര്യം ചെയ്യാം, മഴ പേര് ഗ്ലൗസ് ഊരിയേക്കാം. ഇല്ലെങ്കിൽ ഇത് ഉണങ്ങാൻ പാടാണ് വീട്ടിൽ പോയിട്ട്. ഇതിൻ്റെ ആവശ്യം ഇല്ല. ഇത് ഇവിടെ വയ്ക്കാം, ഈ സൈഡിൽ വയ്ക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട് 2 ഓർഡർ. സൂപ്പർ. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തോളൂ. 10 8 മിനിറ്റ് എത്ര പറയാമോ. 9116 ജമൈക്കാൻ ചാർക്കോൾ അൽഫാം. ഒന്നുകൂടെ ഉണ്ട്, ഇതുകൂടെ ഉണ്ട്. 0587 ചിക്കൻ അൽഫാം മന്തി. There are 2 order for me. ഇപ്പോൾ വന്ന 2 ഓർഡർ നമ്മൾ ഐശ്വര്യമായിട്ട് പിക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കമൻറ്റ് വന്നായിരുന്നു, ബ്രോ ഇംഗ്ലീഷിൽ വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞ കോമഡി ആയി പോയാണ്. ആരെങ്കിലും ഒരു കസ്റ്റമർ ഇംഗ്ലീഷ് ചോദിച്ചാൽ പോലും വേണം. ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. തിരിച്ച് പറയുമ്പോൾ സാധനം കെട്ടുള്ള ആ വാക്കുകൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ചില സമയത്ത് പറ്റും, നല്ല മൂഡിലേക്കുമ്പോൾ. ചിലപ്പോഴൊക്കെ ഐ ആം കമ്മിങ് ഓൺ അങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. ശരിയാവും, ഫ്ലുവൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എല്ലാവരുമായിട്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ നമ്മളോട് ഇല്ലല്ലോ അത് വിഷയം. അപ്പോൾ താക്കോലോടെ പോയി കാണാനില്ല. ഫാനിൻ്റെ അകത്ത് കിടക്കണം, ഫോണിൻ്റെ അടിയിൽ കൂടെ. അവിടെ പോയി കിടക്കണം ആവശ്യമില്ലാതെ. ഇപ്പോൾ മഴയൊക്കെ വിട്ട് കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഈ മഴ വിശ്വസിക്കാൻ പറ്റില്ല. പെട്ടെന്ന് പെയ്യും, പെട്ടെന്ന് നിൽക്കും. അതുകൊണ്ട് നല്ല ഉറച്ച് പെയ്യിട്ട് 1/2 മണിക്കൂറത്തേക്ക്. അപ്പം നമുക്ക് ഇടാം റെയിൻകോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വട്ടിയൂർക്കാവാണ്. ഇവിടെ കറക്റ്റ് 6.9 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 12:50 ആയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഓർഡർ. സംഭവം മൾട്ടി ഓർഡർ ആയിട്ട് ഫസ്റ്റ് എടുക്കുന്നത് വട്ടിയൂർക്കാവും, രണ്ടാമത് പോകേണ്ടത് പേയാട്. ഇപ്പോൾ ഈ 2 ഓർഡർ കൊടുത്തു കഴിയുമ്പോൾ 1:30 മണിയാവും. സംഭവം രാത്രി വർക്ക് ചെയ്യാൻ നല്ല വൈബാണ്, ഇല്ലെന്ന് പറയുന്നില്ല. അതേ സമയത്ത് പകല് മഴയാണെന്നുണ്ടെങ്കിൽ അത് വൈബാണ്, വൈബിൻ്റെ വൈബാണ്. അപ്പോൾ നല്ല കൂളിംഗ് ആയ ഒരു ക്ലൈമാറ്റ്. ഇഷ്ടം പോലെ ഏണിംഗ് സീറ്റ്, ഇൻസെൻറ്റീവ്, ടിപ്പും കെട്ടി ഇങ്ങനെ പകൽ മൊത്തം നല്ല കറങ്ങി നടക്കാം. ഇപ്പം മഴ ഉറക്കുകയാണ് സുധീഷ. ഇതാണ് ചാൻസ്. ഇറ്റ്സ് ടൈം ടു ഗിവ് ഇറ്റ് എ ബാക്ക്. എന്തായാലും ഇത് മൊത്തം മഴ കാണും. മഴ വിട്ടേ പെയ്യുള്ളൂ. വൺസ് റെയിൻകോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വരാൻ പാടില്ല 4 മണി വരെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാ വെയിലടിക്കണം കണ്ടാ. ഇവൻ എന്ത് ചെയ്യാൻ ഞാൻ ഇങ്ങനെ വെയിലും മഴയും അടിച്ചു കഴിഞ്ഞാൽ കുറുക്കൻ്റെ കല്യാണം നടക്കുമല്ലോ. കുറുക്കനെ കാക്കയാ, എന്ത് വണ്ണാങ്കട്ടയാവട്ടെ. ഇപ്പോൾ ഇത് ഇടണോ വേണ്ടേ? ടാപ്പ് കാണിക്കുന്നത് മാതിരി. ഒരു കാര്യം, അത് പാൻറ് ഇടാം. പാൻറ് പോക്കറ്റിനകത്താണ് മൊബൈൽ ഇരിക്കുന്നത്, പേഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ അത് നനയാൻ പാടില്ല മെയിനായിട്ട്. അതുമില്ല, പാൻറ് ഉണങ്ങാൻ പാടാം. ഉടുപ്പെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണക്കാം, അല്ലെങ്കിൽ വേറെ ഉടുപ്പെടുത്തിടാൻ വീട്ടിൽ പോയിട്ട്. മഴ കളിക്കുന്നുണ്ട് മാതിരി. മുകേഷിൻ്റെ ഡയലോഗ് പറയണമെന്നുണ്ടെങ്കിൽ നീ കളിപ്പൊള്ളിയാടാ. എൻ്റെ ആ പട്ടിക്ക് കാലില്ലേ, പാവം കേട്ടോ. ഒരു കാലില്ല പട്ടിക്ക്. എന്തായാലും കാല് പോയി, കാലേ ഇല്ല.
ഞാൻ പറഞ്ഞില്ല ആ മഴ വിട്ട് ഒന്ന് ഉറച്ച് പെയ്യ്, അല്ലെങ്കിൽ വെയിലടിക്കുക, അതെങ്കിൽ ഒന്ന് ചെയ്യും. നമ്മളങ്ങനെ വട്ടിയൂർക്കാവ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു തുള്ളി മഴ പോലും പെയ്തിട്ടില്ല, നല്ല ഡ്രൈ ആയിരിക്കുകയാണ്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ശരി, മഴയില്ലെങ്കിൽ കുഴപ്പമില്ല, സർജ് ഓണായി കിടന്നാൽ മതി, ഇത്ര നമുക്കതാണ് ആവശ്യം. മൂങ്കിൽ കാടുകളെ, ഈ പാട്ട് ആരെ കേട്ടിട്ടുണ്ട്? നല്ല പാട്ടാണ് കേട്ടോ, അത് പഴയ പാട്ടാണ്, കുറച്ച് വിക്രമിൻ്റെ പടത്തിലെ പാട്ടാണ്. പടത്തിൻ്റെ പേര് സാമുറായി. ഇതുപോലെ മഴ സമയത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു ഉഗ്രം വൈബ് കിട്ടും. സത്യം പറഞ്ഞാൽ ഈ പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാലേ നമുക്ക് ഈ സിറ്റി ലൈഫ് കളഞ്ഞിട്ടേ എവിടെയെങ്കിലും കാട്ടിൽ പോയി ജീവിക്കാൻ തോന്നും. കാടിൻ്റെ അകത്ത് പുഴകളും നദികളും രണ്ടും ഒന്നിനെ, പുഴകളും കാടുകളും അവിടുത്തെ മലകളും അവിടെ താമസിച്ച് ജീവിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു പാട്ടാണ്. വൈബ് കേട്ടോ പാട്ട്. അതുകൊണ്ട് ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ പാട്ട് ആൾറെഡി കേട്ട ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കേൾക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക. ഇവിടെ അടുത്ത മഴ വരാൻ പോണതേ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ടൊക്കെ. അപ്പോൾ മഴ അവിടെ നിന്ന് എൻ്റെ കൂടെ ട്രാവൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ, എന്നെ ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ നീ കൊള്ളാം കേട്ടോ. മിക്കവാറും മഴ എൻ്റെ ഫാനായിരിക്കും, അതാണ് എന്നെ ഫോളോ അപ്പ് ചെയ്യണം. അതുകൊണ്ട് സെൽഫി എടുക്കാൻ പറ്റാനൊന്നുമില്ല, ഇപ്പോൾ തിരക്കിലാണ്. പിന്നെ ആവട്ടെ. ഓക്കെ, വി ഹാവ് ആൾമോസ്റ്റ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ. ഹൗസ് നമ്പർ 31 ഇവിടെ ഇപ്പുറത്ത് 0587 ഇത് തന്നെ ഇവിടെ അല്ലേ? ഓക്കെ, ഡെലിവേർഡ്. പോന്നാ? ഓക്കെ, പോകുന്ന. അപ്പോൾ അടുത്ത് പോകേണ്ട ലൊക്കേഷൻ പേയാട് കുലശേഖരമാണ്. ഇവിടുന്ന് കറക്റ്റ് 3.1 കിലോമീറ്റർ ദൂരമുണ്ട്. നേരെ പോയിട്ട് മെയിൻ റോഡ് അവിടെ റൈറ്റ് കയറി പോയാൽ മതി. ഓക്കെ, ഒരു ചെറിയ പ്രൊമോഷൻ പറഞ്ഞോട്ടെ എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട്, ഒരു 30 സെക്കൻഡ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്തു തരും. ഓക്കെ, അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ ബെനിഫിറ്റും അടങ്ങി നല്ലൊരു പാക്കേജിൽ, അതും കുറഞ്ഞ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് DM ചെയ്താൽ മാത്രം മതി, എല്ലാം സെറ്റാക്കി തരാം. ഓക്കെ, അത്രേ ഉള്ളൂ, കട്ടക്ക് നിൽക്കണം. ഉപ്പ് തണ്ണീരിൽ മേഘം ഉற்பത്തിയാനാലും ഉപ്പയൊരു പോതും മേഘം ഭൂമിക്ക് കൊടുപ്പതില്ലേ, മലയിൽ വിഴുந்தாലും സൂര്യൻ മരിത്ത് പോവതില്ലേ, നിലവുക്ക് ഒളിയൂട്ടി തന്നെ നീട്ടിച്ച് കൊള്ളുകീരതേ. സത്യം പറഞ്ഞ ഈ പാട്ട് പാടുന്നതോടെ എനിക്ക് ടൂർ പോകാനുള്ള മൂഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉടനെ എവിടെയെങ്കിലും പോകണം. ഓ, ഇവിടെ ഒരു പാലം ഉണ്ടല്ലേ, കുലശേഖരം ബ്രിഡ്ജ്. ഇതുവഴി പോവാം നമുക്ക്. സുധീഷ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, വണ്ടി ഒതുക്ക്. താഴെ ആറുണ്ട്, കണ്ടു പോയാലോ? ഇതൊരു ഒന്നല്ലേ, വല്ലപ്പോഴും ഇങ്ങോട്ട് പറഞ്ഞത്, ഇതൊക്കെ കണ്ടു പോകണ്ടേ. ആറ്റിൽ വെള്ളമൊന്നും കയറിയില്ല. ആഹാ, ഇത് ഹൈറ്റ് ഇവിടെ നിന്ന് അടിപൊളിയായിക്കണം. സുധീഷ് ഇവിടെ നിന്ന് ചാടിയ ചാവോ? ചാവേന്നുമില്ല, കൈകാലൊടിയും. കാരണം ആറ്റിന് ആഴം കുറവായതുകൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ പാറ കാണും. ഒറ്റയടി കാലി വന്ന് നല്ല വെള്ളമുണ്ട് ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മുതല കാണും, കടിച്ച് തിന്നും. ചിലപ്പോൾ ഒഴുക്കിലങ്ങ് കൊണ്ടുപോകും. അങ്ങനെ ചാവും. എന്തായാലും ചാവുന്നുള്ള ഉറപ്പാണ്. സുധീഷ് എന്തിനും ആവശ്യമില്ല നെഗറ്റീവ് പറയണത്, പോസിറ്റീവായിട്ട് പറ അല്ലേ ബൈസൺ? എനിക്കൊന്നും പറയാനില്ല, അതൊക്കെ കേൾക്കുമ്പോൾ രാജ്യം പറഞ്ഞു. അപ്പോൾ ഇനി ബൈസൺ പിടിക്കാത്ത കാര്യം നമ്മൾ പറയാൻ പോണില്ല. അപ്പോൾ സോറി ബൈസൺ. ഓക്കെ, നമ്മളെ ബൈസൻ്റെ വോയിസ് ഇത്തിരി ബേസ് വോയിസ് ആണ് എന്ന് പറഞ്ഞ് ഷോ ആണെങ്കിൽ വലിയ അർജുൻ ദാസൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പറയാം ബേസ് വോയിസ് ഒക്കെ, നമ്മൾ എടുക്കാത്തതാണ്. ഓ, ഈ റിസോർട്ടാ ഇപ്പോൾ മനസ്സിലായി. ട്രിവിയം ഹെറിറ്റേജ് നമ്മളൊന്ന് പോയില്ലേ കൂട്ടുകാരമായിട്ട്, അത് വ്ളോഗ് ചെയ്തില്ലല്ലേ? വ്ളോഗ് ചെയ്തതാണ്, പിന്നെ അത് ക്യാൻസൽ ആയിപ്പോയി, ഒരുമാതിരി കംപ്ലീറ്റ് ആയില്ല. അതുകൊണ്ട് ഞാൻ അത് ഷോർട്സ് മാത്രമേ ഇട്ടുള്ളൂ. അവിടെ പോയി നല്ല അടിപൊളിയായിരുന്നു. സ്വിമ്മിംഗ് പൂളുണ്ട്, പിന്നെ എല്ലാത്തിനും എല്ലാം. മല കയറി പോവുകയുണ്ട് എന്നൊക്കെ പാട്ടൊക്കെ പാടിയാണ് അവിടെ അടിച്ച് പൊളിച്ച് പയ്യന്മാർ. നമ്മളൊക്കെ വെറും ചിക്കനും കഴിച്ച് പൊറോട്ടയും കഴിച്ചിട്ട് ഉറങ്ങിയിട്ട് അത്ര തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. കാരണം അങ്ങനെയാണ് കാലം കെട്ടിടക്കല്ലേ. ഓക്കെ, ഇവിടെയാണ് ലൊക്കേഷൻ പറഞ്ഞത്. ഇത് എവിടെ? ഇത് നേരെ പോയി 6 ഇവിടെ തന്നെ വീട്, ഇവിടെ തന്നെ. ഓക്കെ, 688 ചില്ലറ ഉണ്ടോ നോട്ട്, ബാക്കി തരാം. ബാക്കി വേണ്ടേ? 12 രൂപ ഉണ്ട്. ഓക്കെ, ശരി. ഓക്കെ, പോന്നാ. 688 ക്യാഷ് കളക്റ്റഡ്. സംഭവം സൂപ്പർ ഓട്ടോ. എല്ലാം കൂടെ മൊത്തം കിട്ടിയത് 220 രൂപ കിട്ടിയിട്ടുണ്ട്. വറേ വാ. ഓക്കെ, മണിപ്പോൾ കറക്റ്റ് 1:30 ആവാറായി. പിന്നെ നേരെ എങ്ങോട്ട് പോകാൻ? നേരെ ശാസ്തമംഗലം പോകണോ അതാ തിരുമല പോകണോ? തിരുമല പോയി കഴിഞ്ഞാൽ ഓർഡർ അടിക്കില്ല, ചില സമയത്ത് പോസ്റ്റ് ആയി പോകും. അതാണ് ആലോചിക്കണത്. വെയിറ്റ് കണ്ടിന്ന് കയറി പോയി. എവിടെ നിന്ന് പറഞ്ഞതൊക്കെ നമുക്കിന്നേ ഓരോന്നും വരണം. പോയല്ലോ, അടച്ച് സംഭവം ചൂട് കേട്ടോ, മഴയില്ലാത്തതുകൊണ്ടേ. ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് ഊരണോ വേണ്ടേ? പറ, ദേഹം വേർക്കെയാണ്. എനിക്കറിയാം ഇതൊക്കെ. ഇപ്പോൾ അകത്ത് കിട നല്ല മഴ വന്നാൽ ഇടൂല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് പാൻറ് ഇരിക്കട്ടെ, കുഴപ്പമില്ല. അത് ഇടാൻ പാടാണ് പെട്ടെന്ന് നമുക്ക്. ഇപ്പം എന്ത് സുഖമായിരിക്കും കണ്ടാ. അയ്യോ, ഭയങ്കര ഡീഹൈഡ്രേഷൻ ആയി പോവും, ഉള്ള എനർജി എല്ലാം വെളിയിൽ പോവും. ഇപ്പം ഇനി റൈറ്റ് പോകണോ ലെഫ്റ്റ് പോകണോ എന്ത് ചെയ്യാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ റൈറ്റ് പോകാം. ഇവിടെ നിന്ന് 3.9 കിലോമീറ്റർ ദൂരമുള്ളൂ തിരുമല ജംഗ്ഷനിൽ. ഓക്കെ, നമ്മളതിനെ തിരുമല ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇതുവരെ ഓർഡർ അടിച്ചില്ല, സർജ് ഓഫായി. എന്തായാലും തിരുമല നിൽക്കേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്ന് പോസ്റ്റ് ആയി പോകും. നമുക്ക് നേരെ ഇടപ്പഴിഞ്ഞ് പോയിട്ട് അവിടെ എന്തെങ്കിലും നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് അസീസ് റെസ്റ്റോറൻറ്റ് പൂജപ്പുര. സംഭവം ലോങ് ആണല്ലോ. സർജ് ഉണ്ടാ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ശരി വാ, സർജ് അത് ഇൻസെൻറ്റീവാണ്. നോക്ക് സൂക്ഷിച്ചാൽ എന്തിനാണെന്നുള്ളത് ഇൻസെൻറ്റീവ് ആയിരിക്കും. ഒരു ജ്യൂസ് വാങ്ങിച്ചാലോ, ട്രോപ്പിക്കാനോ? ഭയങ്കര വെള്ളം ദാഹം. വേറെ ഫ്ലവറില്ല, ആപ്പിളോ മറ്റേ ഓറഞ്ചൊന്നും ഇല്ലേ? രണ്ടും ഒരേ അളവാണോ? സെയിം തന്നെ, 150 അല്ലേ? അടച്ചോണ്ടേ. ഓക്കെ, പോന്നാ.
വേറൊന്നുമില്ല, കുറച്ച് വെള്ളം ദാഹമുണ്ട്, ലൈറ്റ് വിശപ്പുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ രണ്ടും കൂടെ നമുക്ക് ബാലൻസ് ചെയ്യും. അസീസ് റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് നോക്കട്ടെ, ഒരു മിനിറ്റ് വെയിറ്റ്. പള്ളിച്ചില്ല, അങ്ങോട്ടേ പോകേണ്ടത്. പള്ളിച്ചില്ല, നേമം. അയ്യോ, അവിടെ പോയി എത്ര ദിവസമായെന്ന് അറിയാമോ? സൂപ്പർ, താങ്ക് യു കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യണം. കയറി പൊയ്ക്കോട്ടെ. 777 ചിക്കൻ ഫ്രൈ കിഴി ബിരിയാണി, ചിക്കൻ ദം കിഴി ബിരിയാണി പീക്ഡ്. ഓക്കെ, നമുക്ക് വെള്ളം കുടിച്ചാലോ. ട്രോപ്പിക്കാന ജ്യൂസ്, അതെ, കുലുക്കിക്കോണം. കുലുക്കി സർബത്ത്, കുലുക്കി തക്കത്തി. ഓക്കെ, പോന്നാ. വെള്ളം കുടിച്ചപ്പോൾ ഒത്തിരി ആശ്വാസമായി. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പള്ളിച്ചിലാണ്. ഇവിടുന്ന് കറക്റ്റ് 8.8 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 1:50 ആയിട്ടുണ്ട്. എന്തായാലും പീക്ക് അവർ കഴിയാറായി. ഇതാണ് ലാസ്റ്റ് ഓർഡർ ഓഫ് ദ പീക്ക് അവർ, അങ്ങനെ പറയണം. അതാണ് കറക്റ്റ് ഇംഗ്ലീഷ് അല്ലേ. പെട്ടെന്ന് വെയിൽ പറഞ്ഞ് പെട്ടെന്ന് മഴ പറഞ്ഞ്, അവിടെ വെയിൽ ഇവിടെ മഴ. ഇതെന്തോന്ന് ക്ലൈമറ്റ് ഒരുപാട് മാറി കേട്ടോ. ഇപ്പോൾ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിക്ക്. എന്തോ എല്ലിനോ എന്തോ പറയണല്ലോ, അതിൻ്റെ അളവ് എന്തോ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കൂടുന്തോറും. അങ്ങനെയാകുമ്പോൾ ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഭൂമിക്ക് നല്ല ഹീറ്റ് കൂടുതലായിരിക്കും. ആ സമയത്ത് ചില ഏരിയയിൽ ഭയങ്കര മഴയായിരിക്കും, ചിലയിടത്ത് ഭയങ്കര വെയിലായിരിക്കും. അപ്പം ആകപ്പാട് അഗ്രികൾച്ചറൊക്കെ ഭയങ്കര ഡാമേജ് ആയി പോകും. അതുകൊണ്ട് ഈ സുനാമി ഭൂകമ്പം ആവശ്യമില്ല ലോകം അവസാനിക്കാൻ. നമ്മൾ തന്നെ കാരണം എല്ലാത്തിനും. എന്തൊക്കെ നടക്കാൻ പോണത് അടുത്ത 10 വർഷം കഴിഞ്ഞിട്ട്. നമ്മളെ ജനറേഷനൊക്കെ കുഴപ്പമില്ല ജീവിച്ച്, അടുത്ത ജനറേഷൻ എങ്ങനെ ജീവിക്കാൻ പോകണമെന്ന് പിടിയില്ല. സംഭവം ഇവിടെ നിന്ന് മഴ പെയ്തില്ല, പെയ്യാൻ പോണതേ ഉള്ളൂ. ലൈറ്റായിട്ട് പെയ്ത് തുടങ്ങി. അന്ന് എവിടെ നിന്ന് കയറി വരണം, എൻ്റെ ഒട്ടാക്കി കൂടെ കയറി വരണം. സംഭവം ഇവിടെ നാഗർകോൾ സൈഡൊക്കെ നല്ല മലപ്രദേശമാണ്. അപ്പോൾ നല്ല മഴ കാണും ഇവിടെയൊക്കെ. അവിടെ നിന്നാണ് ഇങ്ങോട്ട് പറഞ്ഞത്. ഇത് താൻ ഇവിടെ നിന്നൊരു 400 മീറ്റർ ദൂരം വെളുത്താറായി. പോക്ക് കണ്ടു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഹെവി ആണെന്ന് തോന്നുന്നുണ്ട്. രാത്രി മൊത്തം മഴയായിരിക്കും. രാത്രി വർക്ക് ചെയ്യാൻ പാട് കേട്ടോ. ഇന്നലെ രാത്രി മഴയത്തൊരു സംഭവം നടക്കേണ്ടായിരുന്നു, രക്ഷപ്പെട്ട് എങ്ങനെയൊക്കെയോ. സംഭവം ഇതുപോലത്തെ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. ഇതുപോലത്തെ വീടിൻ്റെ മുറ്റത്ത് നടുക്കായിട്ട് ഒരു വലിയ കുഴി, ഞാൻ കണ്ടില്ല. അതിനകത്ത് ഈ മഴവെള്ളം ഡ്രെയിൻ ആകുന്ന സ്ഥലമാണ്. ഞാൻ സംഭവം കണ്ടില്ല. ഞാൻ ഈ കട്ടർ കാരണം ഇങ്ങനെ ഒതുങ്ങി പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി ഒരു കുഴിക്കത്ത് ഇറങ്ങിയ പോലെ ഫീൽ ആയിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ വണ്ടി കയറുന്നില്ല, എത്ര ആക്സിഡൻറ്റ് കൊടുത്തിട്ടു. പിന്നെ നോക്കിയാൽ മനസ്സിലായി നമ്മൾ പെട്ടുപോയെന്നുള്ളത്. അങ്ങനെ കുറച്ചേരം വെയിറ്റ് ചെയ്ത് ആരെങ്കിലും സഹായിക്കാൻ വരുന്നുണ്ട്, ആരും വന്നില്ല. പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് ബാക്കിലോട്ട് വലിച്ച് പുള്ളല്ലേ ബാക്കിലോട്ടാ, പുള്ള് ചെയ്ത് ബാക്കിലോട്ട് വലിച്ച് കയറ്റി എടുത്ത് കുറച്ച് ആരോഗ്യം പോയി തളർന്ന് അറ്റമായി. ഓക്കെ, ഇതാണ് ലൊക്കേഷൻ. ഹലോ, സൊമാറ്റോ ആണേ. അകത്ത് പോകേണ്ടി വരുമോ? ക്യാഷ് അല്ലേ 386. ഒരു മറ്റേ ബാക്കി നോക്കട്ടെ, 114 ബാക്കി 4 നോക്കട്ടെ. ആണേ, ഓക്കെ ശരിയാണ്. ഓക്കെ, ക്യാഷ് ഇവിടെ പോകുന്ന ഒന്ന് കിട്ടിയ ഫുൾ ക്യാഷ് കളക്ഷനാണ്. എന്തായാലും ഇരിക്കട്ടെ, എനിക്ക് പൈസ ആവശ്യം ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഉച്ചയ്ക്ക് വൈകുന്നേരം ഓടി എടുത്താൽ മതി. ആ പൈസ അവർ പിടിച്ചോളൂ ശമ്പളത്തിൽ നിന്ന്. ഇതെന്തോന്ന് കത്തി വിളിച്ചു വെച്ചിരിക്കണാരോ? ഓപ്പോ, ആരെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും കയറും. മൈ ഗോഡ്, അയ്യോ എൻ്റെ കൈരേഖത്തിലായി. ഇനി ഞാൻ കൊലക്കേസിൽ പ്രതിയാവോ? സുധീഷ സ്ഥലം പിടിപ്പോ. ആരെങ്കിലും കൊന്നിട്ടായിരിക്കും കത്തി വെച്ചിരിക്കണത്. ഓഹോ, സുധീഷ ജയിലിൽ പോകാൻ കാത്തിരുന്നോ? പൂജപ്പുരായിരിക്കും മിക്കാറ്. കൊള്ളാം, പൂജപ്പുരാണെങ്കിൽ കുഴപ്പമില്ല, അടുത്തല്ലേ വീട്ടടുത്ത്. നല്ല പൈസ. നീ ആത്താവൂല്ലേ സ്റ്റേഷനിൽ? സംഭവം ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതൊരു പണിക്കാരൻ ജോലി കഴിഞ്ഞിട്ട് വെച്ചിട്ട് പോയതായിരിക്കും. സംഭവം നമ്മൾ ഡെലിവറി മാർക്ക് ചെയ്യില്ല, മറന്നു കേട്ടാ. ഓക്കെ, ഇപ്പം കൊടുത്തല്ലോ. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. പെൻഡാഹാട്ട് റെസ്റ്റോറൻറ്റ്. സർജ് ഒന്നും ആഡ് ചെയ്തില്ല ഉമ്മാര്. എന്തിനാണിക്കണ്? ഞാൻ എന്തായാലും ഇപ്പം കൊടുത്ത ഓർഡറിനെ സർജ് കൊടുക്കാൻ വേണ്ടി ടിക്കറ്റ് റൈസ് ചെയ്തിട്ടുണ്ട്. കാരണം തന്നില്ലേ ഇടിയാണോ നോക്കിയോ, കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യണം. മഴ കിടന്നു. ഇത് മഴ തന്നെയാണ്, മഴ പൊടിയാണ്. ഇതൊക്കെ മഴ ഇല്ലാതെ എന്തോ വെയിലാണ്. കയറി പോവാമോ? കുഴപ്പമില്ലേ? സിഗ്നൽ ഇല്ലല്ലോ കയറി പോകാനായിട്ട്. എന്തോ അതൊക്കെ മനസ്സിലാവണല്ലോ. ഇവിടുത്തെ ഏരിയ ആൾക്കാർ ഇങ്ങനെയാണ്. റീച്ച് പെൻഡാഹാട്ട് റെസ്റ്റോറൻറ്റ്. ഓക്കെ, റെഡിയായി. 7626. ഇവിടെന്തോ സൗണ്ട് കേൾക്കണം നമുക്കൊന്ന്. മറ്റേ ഈച്ചേരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ. ചിക്കൻ ബിരിയാണി പീക്ഡ്. ഓക്കെ, ഇപ്പോൾ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പള്ളിച്ചിലാണ്. ഇവിടെ കറക്റ്റ് 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതും പള്ളിച്ചിൽ തന്നെ. അത് പുന്നമൂട് കഴിഞ്ഞ് അപ്പുറത്ത് ഇടിവെച്ചാങ്കോൽ ജംഗ്ഷൻ പറഞ്ഞു, അവിടെ വരും. വെങ്ങാനൂർ ഭഗവതി നട. ഒരു മിനിറ്റ്, ഒരു ചെറിയ ജോലിയുണ്ട്, അതൊന്ന് ചെയ്തിട്ട് പോകാം. സാറിന് വീട്ടിൽ കൊണ്ട് ചവറിടും. ഇത് കണ്ടുകൊണ്ട് ഇവിടെ ഇട്ടേക്കാം. ഓക്കെ, എനിക്ക് ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ റോഡിൽ നഷ്ടമല്ല. ഇപ്പോൾ നമ്മളെ വീഡിയോ കാണാൻ ആൾക്കാർ റിക്വസ്റ്റ് പറയുകയാണ്, പറ്റുമെങ്കിൽ ചെയ്യുക, ചെയ്താൽ കൊള്ളായിരുന്നു. ഇതേപോലെ പ്ലാസ്റ്റിക് ചവർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ റോഡിൽ ഇടൽ അത് മാക്സിമം വീട്ടിൽ കൊണ്ടുപോയിട്ട് കോർപ്പറേഷനിൽ ഏൽപ്പിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റോഡിൽ കാണുന്ന കോർപ്പറേഷൻ വേസ്റ്റ് ബോക്സ് ഉണ്ടല്ലോ, അവിടെ കൊണ്ടിടുക. സംഭവം വേറെ ഒന്നുമില്ല, ഇത് നമ്മുടെ നാടല്ലേ. അപ്പോൾ നമ്മളാണ് വൃത്തിയെ സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ, എന്നെപ്പോലെ എല്ലാവരും വിചാരിച്ചാൽ മാത്രമേ നമ്മളെ ഈ നാട് വൃത്തിയായിരിക്കുള്ളൂ. മാക്സിമം പ്ലാസ്റ്റിക് മാത്രം, ബാക്കിയുള്ള കുഴപ്പമില്ല. ഒരു പഴത്തൊലിയാണെങ്കിൽ പോലും റോഡിട്ടാൽ കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ദ്രവിച്ച് പോകും. പക്ഷേ പ്ലാസ്റ്റിക് അങ്ങനെയല്ല, വർഷക്കണക്കിന് കിടക്കും വേസ്റ്റായിട്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ്, അതിൻ്റെ അകത്താണ്. ഇവിടെ ഏത് വീടുള്ളത്? ഇവിടെ വരാൻ വഴിയില്ലല്ലോ. ഹലോ, ഒരു മൊബൈൽ ടവറൊക്കെ ഉണ്ട് ഇവിടെ. ഈ ലൊക്കേഷൻ കാണിച്ച് ഇവിടെ കാണിച്ചിരിക്കണം, മാപ്പ് ലൊക്കേഷൻ. ഓക്കെ, മെയിൻ റോഡിൽ ഇവിടെ MS സ്റ്റോർ ഉണ്ട്, ഒരു കടയുണ്ടല്ലോ, MS സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയാമോ? എന്തായാലും ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കും, നമ്മൾ പോകണ്ട അങ്ങോട്ട്. സംഭവം ഇതിങ്ങനെ അയ്യോ, സൊമാറ്റോ ആപ്പിൽ ലൊക്കേഷൻ മാറി കേട്ടോ. ഇപ്പോൾ ലൊക്കേഷൻ പുതിയ അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി പോകാൻ പറയാണ്.
ശരിപ്പാ, സംഭവം കസ്റ്റമറുടെ മിസ്റ്റേക്കാണ്. സംഭവം ഈ കസ്റ്റമർ ഇതിന് മുമ്പ് ഓർഡർ ചെയ്ത് ഇവിടെ നിന്നായിരിക്കും ഈ ലൊക്കേഷനിൽ നിന്ന്. അപ്പോൾ ഇന്ന് ഓർഡർ ചെയ്ത് വേറെ ലൊക്കേഷനാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ മാറ്റാൻ അവർ മറന്നു പോകും. ഇതാണ് മെയിൻ വിഷയം. ശരി, കുഴപ്പമില്ല, നമുക്ക് നേരെ പോകാം. വാ. ഓക്കെ, ഇവിടെ തന്നെ ഇതാണ് ലൊക്കേഷൻ കാണിക്കുന്നത്, പുതിയ ലൊക്കേഷൻ. വിഷയം ഇങ്ങോട്ട് വരാൻ പാടില്ല, വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അല്ലെന്നുണ്ടെങ്കിൽ ഇനി എവിടെ ആയിരിക്കും? അയ്യോ തലവേന ഗ്യാസായല്ലോ അത്. ഇവിടെ വിളിച്ചോ, അടുത്ത് ഓർഡർ എടുക്കാൻ സമയമായി. ഈ ഒരു ഓർഡറിൻ്റെ നിൽക്കുന്നത്. പക്ഷേ ആണല്ലേ? ഇല്ല, ആദ്യം സംഭവം നിങ്ങൾ ആദ്യം ലൊക്കേഷൻ അയച്ചതേ അത് എന്തോ മാറി കിടക്കുകയാണെന്ന് തോന്നുന്നു. നിങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തേക്കും ഇതിനുമ്പ്. ശരി, കുഴപ്പമില്ല. ഓക്കെ, എവിടെയാണ് വീട് വരുന്നത്? ആണോ? ഒന്ന് ചെക്ക്, ഇനി അടുത്ത് ഓർഡർ ചെയ്യുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ചിലപ്പോൾ ഇടയ്ക്കിടയിൽ ഓട്ടോമാറ്റിക് മാറിപ്പോകുന്നതാണ്. ഇതിൽ ചില കസ്റ്റമർ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ബ്രോ അങ്ങോട്ട് പോയാ എന്നെ അന്വേഷിച്ച് പോയല്ലേ? പോയിട്ട് തിരിച്ചിങ്ങോട്ട് പോയാൽ അതുവഴി തന്നെ. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ സമയത്ത്. കുറേ ഞാൻ ബ്രോ പോയിട്ട് വന്നായിരിക്കും. ശരി, ഓക്കെ ബ്രോ. എന്തായാലും കുഴപ്പമില്ല. ഓർഡർ ആണെങ്കിൽ കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഒരു സർജ് ഉണ്ടാ. സൂപ്പർ, സന്തോഷം. ഓക്കെ, മണി ഇപ്പോൾ 2:45 മണിയായി. ഇപ്പോൾ നേരെ അടുത്ത് എങ്ങോട്ട് പോകാൻ? ഈ ഓർഡറിന് 1/2 മണിക്കൂർ പോയിട്ടാ. ചെറിയ ഓർഡറാണ്, പക്ഷേ എത്ര സമയം വേണ്ട. 2:45 മണിയായി. ഇനി ബാക്കി 15 മിനിറ്റ് സമയമുണ്ട്. ഈ 15 മിനിറ്റിൽ ഒരു ഓർഡർ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എങ്ങോട്ട് പോയാൽ ഓർഡർ കിട്ടും നോക്കട്ടെ. ഒരു മിനിറ്റ് മാപ്പ് നോക്കട്ടെ. ഇത് ആ ലൊക്കേഷൻ. ഓക്കെ, വേറെ വിഷയമില്ല. ഇവിടെ നിന്ന് കറക്റ്റ് 700 മീറ്റർ ദൂരം നേരെ പോയാൽ മതി. അവിടെ പെരിങ്ങമല മെയിൻ റോഡുണ്ട്. അവിടെ നിന്ന് നമുക്ക് നേരെ അടുത്ത ഓർഡർ വെച്ച് എങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. അടുത്ത മഴ വരട്ട്. കമോൺ, അടുത്ത മഴ തുടങ്ങിയിട്ടേ. ഗ്ലൗസൊക്കെ ഊര്. ഹെവി ആണെന്നാണ് പറഞ്ഞത്. മൊബൈലെടുത്ത് അകത്ത് പോയി നനഞ്ഞുകൊണ്ടിരിക്കണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് മൊബൈൽ കൈ വെച്ചോ. നോട്ടിഫിക്കേഷൻ പറയാൻ പറ്റില്ല, വൈബ്രേഷനിൽ അറിയാൻ പറ്റുള്ളൂ. ഇത് ഹെവി ഒന്നുമില്ല, ഇത് കാണും പറയാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ മഴ നിൽക്കും. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. എവിടെ പോക്കറ്റ് എവിടെ കിടക്കുന്നത്? റെയിൻ കോട്ടിനകത്ത് സർജ് ഇല്ലേ? ഇതെന്തോന്ന് കാണിക്കുന്നത്? സർജ് ഓണാക്കി വിടണം. ഒരുമാതിരി മറ്റേ സ്വഭാവം കാണിക്കില്ലേ? ഇവന്മാർ സർജ് ഓണാക്കാത്തത് എപ്പോഴും പറയണം. സർജ് ഓണാക്കാൻ വേണ്ടിയിട്ട് കണ്ണ് തുറന്ന് നോക്ക്. നല്ല മഴയുണ്ട്. പെൻഡ ഹട്ട് റെസ്റ്റോറൻറ്റ്. അവിടെ നിൽക്കുമ്പോൾ അടിച്ചൂടെ? എന്താ കാണിക്കണം? ശരി, വാ അങ്ങോട്ട് പോവാം. റീച്ച് പെൻഡ ഹട്ട്. റെഡിയായി. 8932. ഇത് തന്നെ. പൈനാപ്പിൾ ലൈം ജ്യൂസ്, തുർക്കിഷ് ചിക്കൻ ഷവർമ. ഓക്കെ, പോകുന്ന. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വെള്ളയാണി അഗ്രികൾച്ചർ കോളേജിലാണ്. ഇവിടുന്ന് കറക്റ്റ് 6.8 കിലോമീറ്റർ ദൂരമുണ്ട്. കുറച്ച് ലോങ് ഓർഡറാണ്. ഇതാണ് ലാസ്റ്റ് ഓർഡർ. ഇത് കഴിഞ്ഞാൽ വീട്ടിൽ പോകാം. വീട്ടിൽ പോകുമ്പോൾ ഒരു 4 മണി ആവുമായിരിക്കും. അല്ലയ്യേ റോട്ടില്ല മഴയേ. നമ്മളങ്ങനെ വെള്ളയാണി കായലെത്തിയിട്ടുണ്ട്. ഇവിടെ പാലത്തിൻ്റെ പണി കഴിഞ്ഞില്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 2 വർഷം ആവുമായിരിക്കും അല്ലേ? ഒരു വലിയ പാലം വരാനുണ്ട് ഇവിടെ. സൂപ്പറല്ലേ കായൽ? വാ, എന്തൊരു ലുക്ക്. സുധീഷ നോക്ക് അങ്ങോട്ട്. നാച്ചുറൽ ബ്യൂട്ടി ഓഫ് വെള്ളയാണി കായൽ. ഇവിടെ നിന്ന് അധികം മഴ പെയ്യാത്തോണ്ടേ വെള്ളം കയറിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുൾ ചെളിയായിരിക്കും. മീൻ പിടിക്കണം അവിടെ. കൊള്ളാലോ. കേരള വാട്ടർ അതോറിറ്റി. എന്തായാലും ഈ വഴിക്ക് കാറ് പോകാൻ പറ്റില്ല, ബൈക്ക് മാത്രമേ ഉള്ളൂ. ബൈക്ക്, സൈക്കിള്, ആട്ടോ പോകാൻ പറ്റും. ശ്രദ്ധിച്ച് നമുക്ക്. ഇല്ല, ആട്ടൊന്നും പോകില്ല, ഓൺലി ബൈക്ക്. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അഗ്രികൾച്ചർ കോളേജ് വെള്ളയാണി. ഇവിടെ എന്തോ മഹോത്സവം പാർട്ടിയുടെ. ഇപ്പോൾ അമ്പുണ്ടായിരുന്നു, കണ്ടില്ല. സൊമാറ്റോയാണേ. ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആണല്ലേ ഫുള്ളും. ചുവന്ന കൊടി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ നേരെയാണ് പോകേണ്ടത്. നേരെ പോയിട്ട് റൈറ്റ്. സംഭവം സൂപ്പർ വൈബ് കേട്ടോ. അവിടെ നോക്ക്, മരങ്ങളും ചെടികളും പിന്നെ ഈ ബിൽഡിങ്. സംഭവം ഈ കോളേജ് ലൈഫ് ഒരു വരമാണല്ലേ. അവിടെ തന്നെ സംഭവം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർഗാനിക് അഗ്രികൾച്ചർ. ഇവിടെ ഓർഡർ ചെയ്ത സൊമാറ്റോ. ഓക്കെ, ആനന്ദല്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് സർജുണ്ട് 93 രൂപ അപ്പോൾ നേരെ വീട്ടിൽ പോകുന്ന ജോലി കഴിഞ്ഞ് ഇനി വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് അടുത്ത വൈകിട്ട് 6 മണിക്ക് ജോലിക്ക് ഇറങ്ങണം. വൈകിട്ട് വ്ളോഗ് ചെയ്യണം. എന്ത് പറയുന്നത്? ചെയ്യണമെങ്കിൽ ചെയ്യാം, മഴ ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യില്ല. ഓക്കെ, സംഭവം മഴ ഉണ്ടെങ്കിലാണ് അഡ്വഞ്ചർ ചലഞ്ചൊക്കെ ഫീൽ ആവുന്നത്. ഇല്ലെങ്കിൽ ഒരുമാതിരി യൂഷ്വലായിരിക്കും. ഐ ഡോണ്ട് ലൈക്ക് യൂഷ്വൽ. ഓക്കെ, അപ്പോൾ വീഡിയോ എൻ്റെ സമയമായിട്ടുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് രാത്രി 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം വർക്കിന് പോയി, മഴയൊന്നും ഇല്ല, അതുകൊണ്ട് വ്ളോഗ് ചെയ്തില്ല. അപ്പം ഇതിപ്പോൾ എൻ്റെ ചെയ്യാൻ പോകേണ്ട രാത്രി ഫുഡ് കഴിച്ചിട്ട്. ഓക്കെ, കറിയൊന്നുമില്ല, വെറും പൂരിയുള്ളൂ. എന്താ മതിയാ? നീ കഴിച്ചില്ലേ പൂരി? കറി എന്ത് കറിയായിരുന്നു? ഉരുളക്കിഴങ്ങ് കറി. അറിയാലോ, പിന്നെ ചോദിക്കണം തരും. എനിക്കില്ലാതിരിക്കോ കറി? ചെറിയാണ് പസി. ഈ പസിയിൽ ഒരു 4 പൂരി കഴിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആവും. പണ്ടൊക്കെ 8ഉം 10ഉം കഴിക്കുമായിരുന്നു. ഇപ്പം കുറച്ച് ഡയറ്റിങ് ആയതുകൊണ്ട്. ഡയറ്റിംഗ് അല്ലേ, വെയിറ്റ് കുറയ്ക്കണം അല്ലേ? അതല്ലേ മെയിൻ വിഷയം. വെയിറ്റ് കുറച്ച് നല്ല ഹീറോ പോലെ. പക്ഷേ ഞാൻ വല്ല വെയിറ്റ് കുറച്ചിട്ട് ഒരു ഹീറോ ആകാൻ പോകണം, നല്ല സിനിമ കയറാൻ പോകണം. അപ്പോൾ അത് ഹീറോ ആയതുകൊണ്ട് ഹീറോയിന് വരും അല്ലേ? ഗ്യാസ് വരും. അതാണ് അത് വിഷയം. നിന്റെ അമ്മയ്ക്ക് സമ്മതമാണ്. നിനക്കെന്ത് വിഷയം? എന്താ, അതൊക്കെയാണ് വിഷയങ്ങള്. നമ്മളൊന്നും അവരിക്കാൻ പറ്റൂല ജന്മത്ത്. മതിയാ?
ട്രിപ്പ് അതൊക്കെ വ്ളോഗോ നമുക്ക് എനിക്ക് ഇത് സിനിമയൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് വ്ളോഗർ ആവണം നല്ല പോലെ ഫാമിലി ആയിട്ട് കുറേ ട്രിപ്പ് പോകണം ഇന്ത്യ മൊത്തത്തിൽ. അങ്ങനെ ഒരു ഗ്രോത്ത് കിട്ടിയാൽ മതി, സന്തോഷം. പിന്നെ സിനിമ കിട്ടിയാൽ പോകണം അത്ര. ആദ്യം ഒരു വലിയ പീസ് ബോരി ഇങ്ങനെ എടുക്കുക, അതിനെ എടുത്ത് നമ്മളെ ഉരുളക്കിഴങ്ങ് കറിക്കകത്ത് മുക്കി എടുക്കണം, നല്ല കുളിപ്പിച്ച് മുക്കി എടുത്തിട്ട് എടുത്ത് ഓഹോ കൊതിപ്പിക്കാൻ ചെയ്യണം അല്ലേ? അങ്ങനെയൊക്കെ നിങ്ങളെല്ലാം കണ്ട് കൊതിക്കണം. എല്ലാവരും വീട്ടിലും പൂരിയും മസാല ഉണ്ടാക്കി കഴിക്കുക, സൂപ്പറായിട്ട്. എപ്പോഴും ഫാമിലി ഫുഡാണ് ഏറ്റവും ബെസ്റ്റ്. പിള്ളേ കാണിക്കണ്ടേ? ഇവിടെ പേര് വൈഷ്ണവി അറിയാലോ, മറ്റേത് വാസുകയാണ്. അപ്പൊ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകുക, നല്ല കൊഞ്ചി 2 ഉമ്മയും കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, നീ പതുക്കെ ഉമ്മ വയ്ക്കണം, കരയിപ്പിക്കില്ല കേട്ടല്ലോ. ഇതാര് കഴിച്ചാ പിള്ള നോക്കട്ടെ, വാങ്ങാണീര് ഭയങ്കര ട്വിസ്റ്റ് കേട്ടാ. നീ ആര് ഹീറോയിനാ? അപ്പൊ വന്നില്ല, അപ്പൊ വന്ന് ഇനി കരയണത് എന്ത് മക്കളെ? ഏയ് ചിരി ചിരി ചിരി. ഇതാണ് നമ്മളുടെ പിള്ള, ഇളയ മോള് വാസുകി. ഉറക്കഴിച്ചേ ഉള്ളൂ, കുറച്ച് മൂഡ് ഓഫ് ആയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ആക്റ്റീവ് ആവും. അപ്പൊ ഭയങ്കര ചിരിയാണ്, ചിരിയും ബഹളവും സംസാരവും. രാവിലെ അലാറം വെക്കണ ഉള്ളതാണ്. രാവിലെ നേരത്തെ കഴിക്കും, എന്നിട്ട് അപ്പോഴേ നമ്മൾ കഴിക്കും. കഴിച്ചിട്ട് കണ്ടാ ബ്ലോഗ് കൊണ്ടിരിക്കണ്. ഇത് നോക്കളെ അപ്പൊ നോക്ക്, ഇങ്ങനെയൊക്കെ പാടിയ കേട്ടോണ്ടിരിക്കും. ഇല്ല മക്കളെ, എന്താ ആലോചിക്കണത്? ഇപ്പൊ നല്ലപോലെ കണ്ടോളൂ. ഇപ്പൊ ഇത്രയും പരുവായിട്ടുണ്ട്. എത്ര മാസമാണ്? കറക്റ്റ് ഇപ്പൊ മോള് 2.5 മാസം ആയിട്ടുണ്ട്. വലിയ ആളായി. ഇപ്പൊ നോക്കും, ചിരിക്കും, സംസാരിക്കുമ്പോ ആ ഊ എന്നൊക്കെ തന്നെ. നല്ല ടൈം പാസ്സാവും വീട്ടില്, നല്ല രസമാണ്. പിന്നെ പല്ല് കടിച്ച് ഉമ്മ വെച്ച് പല്ല് വേദനിക്കുന്നു. ഇപ്പൊ അതാണ് ഇങ്ങനെ കടിച്ച് ഉമ്മ വെക്കണേ, പല്ല് വേദനിക്കണം. എന്ത് ചെയ്യാൻ പറ്റും? അത്രയും ക്യൂട്ടായിരിക്കണത്. അതിനെ പോലെ തന്നെ മക്കളെ. ചാച്ചി അനിയത്തി ഭയങ്കര ക്യൂട്ടായിരിക്കണം കേട്ടാ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ചിരിപ്പിട്ടാ അസുഖി നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കെന്നെ അസുഖി. അപ്പ ജോലിക്ക് പോയി സൊമാറ്റോയില് 4 മണിക്കൂർ വർക്ക് ചെയ്ത് മഴയത്ത് കിടന്ന് വന്നിട്ട് അത് തന്നെ ചിരിക്കുകയും ഞാൻ കരയും ചെയ്യണം കേട്ടാ. വിശക്കുന്നു പിള്ളേക്ക്. അയ്യോ മൂത്രം ഒഴിച്ചു. അപ്പൊ വീഡിയോ എന്ത് ചെയ്യാൻ ഷൂട്ടി വാ, കംപ്ലീറ്റ് മൂത്രം ഒഴിച്ച് ക്ലീൻ ചെയ്യണം. ഓക്കെ, അത്ര വേറെ ഒന്നും പറയാനില്ല. ഇന്നത്തെ വ്ളോഗ് തീരട്ടെ. അപ്പൊ ജീവിതത്തിന് കുറച്ചു നേരം സെന്റ് അടിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ആകുക, മാക്സിമം ലൈഫ് അടിച്ചു പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ, അതുകൊണ്ട് ലൈഫ് അടിച്ചു പൊളിക്കണം. പറ കമോൺ ഗയ്സ്, കട്ടൊക്കെ നിൽക്കണം, അത്രേ ഉള്ളൂ. ശരി, ഓക്കെ, അവൾക്ക് അറിയാം. മതി.